പ്രിയപ്പെട്ടവര്, ഫേസ്ബുക്കിൽ പേ ഔട്ട് സെറ്റിങ്സ് ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കായിട്ടൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. അതായത് ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി പേജ് ആക്കി ഇട്ടിരിക്കുന്നവർക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൽ സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ട് എന്ന് കാണിക്കുന്നതിൽ ഓപ്പൺ ആക്കുക. ലെറ്റ് സ്റ്റാർട്ട് ദ ബേസിക്സ് എന്ന് തുടങ്ങുന്ന ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ ID കാർഡിലുള്ള പേരാണ്, അല്ലാതെ നമ്മുടെ പേജ് നെയിം അല്ല. അത് ധൈര്യമായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ രാജ്യം നെക്സ്റ്റ് അടിക്കുക. എൻ്റർ ബിസിനസ് ഇൻഫോ, ഇന്ത്യ സെലക്ട് ചെയ്യുക, ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പേര്, അഡ്രസ്സ്, സ്റ്റേറ്റ്, പോസ്റ്റ് കോഡ്, പിൻ നമ്പർ എന്നിവ കറക്റ്റായിട്ട് കൊടുക്കുക. ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ ചേർക്കുക. പിന്നെ ചോദിക്കുന്നത് പാൻ കാർഡ് നമ്പറാണ്, അത് എൻ്റർ ചെയ്യുക. വാറ്റ് എന്നൊരു കാര്യം കാണിക്കുക, അത് വിട്ടേക്കുക. കാരണം അതുള്ളവർ എൻ്റർ ചെയ്താൽ മതി, അത് ഓപ്ഷണലാണ്. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹവ് യു ലൈക്ക് ടു ഗെറ്റ് പെയ്ഡ്, ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് സാധാരണ $25 മുതലും എബവ് ആണ് പറയുന്നത്. പിന്നെ പേപ്പാൽ അക്കൗണ്ടൊക്കെ കൊടുത്താൽ $100 ആകുമ്പോഴത്തേക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് നമുക്ക് പറയുന്നത്. പിന്നെ സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ടാണ് അഞ്ചാമത്. അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. IFSC കോഡ്, സിപ്പ് കോഡ് എന്നിവ കൊടുത്തിട്ട് ആറാമത്തെ ഓപ്ഷൻ ടാക്സ് ഇൻഫോയാണ്. അതിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുക, അത് താഴെ ഇൻഡിവിജ്വൽ എന്നതുണ്ടാവും. പിന്നെ ഉള്ളതിൽ നോ എന്ന് സെലക്ട് ചെയ്യുക. അതിൽ US പൗരനാണെങ്കിൽ S എന്നും. ഓക്കെ. പിന്നെ ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റർ നെയിം, ടാക്സ് പെയർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് തുടങ്ങുന്ന ഒരു ഇന്റർഫേസ് വരും. അവിടെ നെയിം ഇന്ത്യ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അവിടെ ഒരു ടിക്ക് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീടുള്ളത് എൻ്റർ യുവർ അഡ്രസ്സാണ്. അതൊക്കെ ആദ്യം എൻ്റർ ചെയ്താൽ അവിടെ ഉണ്ടാകും. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ആഡ് യുവർ മെയിൽ അഡ്രസ്സ്, നമ്മുടെ മെയിൽ ID കൊടുക്കുക. പത്താമത്തേന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് കാണിക്കുക. 0% എന്ന് തുടങ്ങുന്നതിൽ ക്ലിക്ക് ചെയ്യുക. US ആണെങ്കിൽ ശേഷമുള്ളത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. കോൺടാക്ട് അസ് ടു കണ്ടിന്യൂ, സിഗ്നേച്ചർ എന്നൊരു കോളം കാണും. അവിടെ പാൻ കാർഡിലെ പേര് എൻ്റർ ചെയ്യുക. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാനുള്ളൊരു കോളമുണ്ട്, അത് ചെയ്യുക. നിങ്ങൾ എന്നാണോ ഫില്ല് ചെയ്യുന്നത് ആ ഡേറ്റ് കൊടുത്തിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് പോവുക, നെക്സ്റ്റ് അടിക്കുക. ലാസ്റ്റ് ഒക്കെ കറക്റ്റാണോ എന്ന് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം, എന്നിട്ട് വേണം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. ഇതെല്ലാം ചെയ്താലും ഫേസ്ബുക്ക് ആക്റ്റീവ് ആകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടുകയില്ല. $1 വരുമെന്ന് കാത്തിരുന്നിട്ട് നമ്മൾ കാര്യമില്ല. നമ്മൾ ഇടുന്ന കണ്ടന്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ പേജിൽ ഞാനിതൊക്കെ കൊടുത്തെല്ലാം ഓക്കെ ആയതാണ്. അപ്പോൾ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന ആ പേജ് റെസ്ട്രിക്റ്റ് ആയി പോയതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓണാക്കി പേജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.